ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായിനെയും എല്ലാവർക്കും രക്ഷ നീതിഷ്ഠമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവിതത്തിലേക്കും എന്ന മോശം എഴുതിയിരിക്കുന്നു. വിശിഷ്ട ക്രിസ്തുമായ നീതിയാക്കി പറയുന്നു. ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ആര് കയറി വരും എന്ന് നീതിയിൽ പറയുന്നത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചിൽ ഉയർത്തുവാൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങും എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ എന്താണ് നീ പറയുന്നത്? വചനം ഞങ്ങൾക്ക് സമീപസ്ഥമാണ്, നിന്റെ ആരാധനയിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ ആകയാൽ യേശു ക്രിസ്തുവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചു നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അതരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവൻ വിശ്വസിക്കുന്ന ഒരുവനും രക്ഷിച്ചു വരികയില്ല എന്ന് വിശുദ്ധ പറയുന്നു. യഹൂദനും ഗ്രീക്കുകാരും തമ്മിൽ വ്യത്യാസമില്ല, ഒരു തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിശ്വസിക്കുന്ന എല്ലാവരുടെയും മേൽ അവർക്ക് സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഒരു പുരുഷൻ യേശുവിന്റെ അടുത്ത് അപേക്ഷിച്ചു.
അങ്ങേ മനസ്സുടെയും എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവൻ കരുണ കൈയിൽ അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിന് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തക്ഷണം കുഷ്ഠമായി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ നീ പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങളുടെ സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. പുരോഹിതൻ തന്നെ മാസം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിലെ നാഥനായ ദൈവമേ, ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തെ സ്വർഗ്ഗവാസികളായ ഞങ്ങളും പതിനായിരങ്ങളും മുമ്പിൽ ആരാധിക്കുന്നു. അഗ്നിമയമായ രൂപികമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും രൂപികമായ പ്രവീന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ അനുഭവത്തിന്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേ കണ്ണുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് അവബോധത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അവർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് അവബോധത്തിനായി അനേകരെ ഇഷ്ടപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Amen.
രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനെ നാമത്തിൽ പോയി എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥനാക്കൾക്കും പ്രതിനിധാനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ ഉപകാരം സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണം. ഇത് ഞങ്ങളുടെ പാപങ്ങളുടെ ഭവനത്തിൽ പരിശുദ്ധ ഉയർത്തുന്നവരെ പ്രത്യാശിക്കും. അങ്ങയെ വെളിപ്പെടുത്തിയ എല്ലാവരും ഉപദേശിച്ചു ജീവിതത്തിനും കാരണമായി സജീവവും പരിശുദ്ധവും ജീവനായകമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ വിധം എന്നോട് ദയവാണമേ. ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവനായകവുമായ ഈ ശരീരവും തിരുരക്തവും സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ശിവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രകൃത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Kata
Amen.